എൻ്റെ മക്കളെ, അപ്പോഴും ഈ ജോലി കിട്ടുക അല്ലെങ്കിൽ രോഗം മാറുക എന്നുള്ള കൊച്ചു പരിപാടികളെക്കാളും ദൈവവുമായി സംയോജിച്ച് ദൈവവുമായി ജീവിച്ച് ദൈവത്തിൻ്റെ വചനം നിറവേറ്റി ദൈവവുമായി ഒരു മനസ്സും ഒരു ആത്മാവുമായി തീരുന്ന വലിയ വളർച്ചയിലേക്കാണ് എൻ്റെ മക്കൾ ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ നിബന്ധനകള് വാഗ്ദാനം പ്രാപിക്കാൻ നിറവേറ്റുക വഴി ജെറമിയ 11:5-6 പാലിച്ചുകൊണ്ട് കർത്താവേ എന്നെ വളർത്തണമേ, നിന്റെ മനസ്സറിയാൻ എന്നെ വളർത്തണമേ. ഈ നിബന്ധനകളെന്ന് പറയണത് എന്തുമാത്രം സീരിയസ് ആണെന്നറിയാവോ? കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈശോ എന്നാ പറഞ്ഞത്? ഈശോ ഇത് പറയുന്നുണ്ട്. ഈശോ എന്നാ പറയണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിലെ നിറവേറ്റുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ നിന്നിൽ വസിക്കുകയും എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പം നിബന്ധനകൾ നിറവേറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ വാക്ക് പാലിക്കാൻ. കർത്താവ് വാക്ക് പാലിക്കേണ്ടത് എങ്ങനെയാ? കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ മക്കളെ. ഉടമ്പടി നിങ്ങളെ നിബന്ധനകൾ നിറവേറ്റുമ്പോൾ നിങ്ങൾ ഒരു നിയമം പാലിക്കുകയല്ല ചെയ്യണത്, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുകയാണ് ചെയ്യണത്. അപ്പം എൻ്റെ ഉടമ്പടിയുടെ സ്പിരിറ്റ് ഓഫ് കവനൻ്റ് എന്താണെന്ന് അറിയണം. യോഹന്നാൻ 14:21 ഒന്ന് പറഞ്ഞേ. 14:21 നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുമ്പോൾ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അങ്ങനെയുള്ള വെളിപാട് സംഭവങ്ങളാണ് ഈ പ്രത്യക്ഷീകരണമായിട്ട് സംഭവിക്കുന്നത്, ഇല്ലേ? അതായത് ലീലാസ്വപ്നം കണ്ടതും അവസാനം വിസ എക്സ്പയർ ആയ മകൻ മുസ്ലിം സ്ത്രീയുടെ രൂപത്തിൽ കണ്ടതും എല്ലാം ഒരുതരം എപ്പിബനികളാണ്. എന്താണ്? പ്രത്യക്ഷീകരണങ്ങളാണ്. ഉടമ്പടി വലിയ പ്രത്യക്ഷീകരണങ്ങളിലേക്കുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ്. കൈ അടിച്ച് കർത്താണ്. ഉടമ്പടി ചെയ്ത എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഇപ്പോൾ വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര് അവിടെ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവേ, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ പുതിയ അനുഭവത്തിലേക്ക്, പ്രത്യക്ഷീകരണ അനുഭവത്തിലേക്ക്, ദൈവിക ദർശനങ്ങളിലേക്ക്, മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. കരങ്ങൾ ഉയർത്തി. ആമേൻ 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 യേശുനാഥാ, ആമേൻ 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 ദൈവപുത്ര, ആമേൻ 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 സർവശക്ത നിത്യപിതാവേ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, സാമ്പത്തിക ഞെരുക്കമുള്ളവര്, കടഭാരത്തിൽ കഴിയുന്നവര്, രോഗാതുരമായ അസുഖത്തിൽ കഴിയുന്നവര്, വിട്ടുമാറാത്ത രോഗത്തിൽ കഴിയുന്നവര്, ജപ്തി നടപടിക്ക് വിധേയമാകുന്നവര്, കേസിൽ കുടുങ്ങി കിടക്കുന്നവര്, തെറ്റായ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവര്, കർത്താവേ, സന്താനമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, ഹല്ലേലൂയ, എല്ലാവരെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ചെയ്ത ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അമ്മ വഴി ഈശോടാണല്ലോ ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്.
ഞങ്ങൾക്ക് വിജയം നൽകണമേ. സെഫാനിയ 3 വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ കൂടെയുണ്ട്. ഞങ്ങൾ ജയിക്കും, ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. എല്ലാവരും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. എല്ലാവരും മാറാരോഗങ്ങൾ മാറിപ്പോകണ്ടേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു ധരിക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകണ്ടേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു മോളെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് കൃപാസനത്തിൻ്റെ ഒരു ഗാനമാണ്, അഭിഷേകഗാനം. നമ്മൾ സ്ഥിരമായി പാടുന്ന പാട്ടാണത്. എന്താണ്? നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടൊത്ത് ജീവിക്കാൻ. എവിടെയെങ്കിലുമൊക്കെ ഒരു പരാജയവും മനസ്സിടിവോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ 4 പേര് ഓർത്ത് വെക്കണം. അതുകൊണ്ടാണ് യൂട്യൂബിലേക്ക് ഈ സംഭവം ഇപ്പോൾ വീണ്ടും പാടി കയറ്റണത്. എന്തിനാണ്? നമ്മൾ ജയിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ജീവിത പ്രതിസന്ധികള്, ജീവിത ദുരിതങ്ങള്, കടഭാരങ്ങള് എല്ലാത്തിൻ്റെ മേൽ ഈശോ ഇതാ വിജയം നൽകുകയാണ്. അമ്മയുടെ വാതിശക്തിയാൽ ഉടമ്പടിയെടുത്ത എല്ലാ മക്കൾക്കും ജീവിത വിജയം നൽകുന്നു. കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. എല്ലാവരും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. സദോത്രിയായി നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യാധിപേ, സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. എൻ്റെ പേര് ശ്രുതി എൽദോ. ഞാൻ വരുന്നത് UK-യിൽ നിന്നാണ്. UK-യിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്.
ഞാൻ 3/2/2022 ഉടമ്പടി ഫസ്റ്റായിട്ട് എടുത്തത്. ഈ ശ്രേഷ്ഠമായ പുണ്യഭൂമിയിൽ ഇത് 3-ാമത്തെ തവണയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അതിന് എന്നെ ഒരുക്കിയ പരിശുദ്ധി അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദികൾ അർപ്പിക്കുന്നു. ഞാൻ നേഴ്സാണ്. ഞാൻ UK ഒരു നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. ടീം ലീഡറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 3 വർഷത്തെ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. 3 വർഷത്തെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിസ പുതുക്കാൻ ലാസ്റ്റുള്ള ഡേറ്റ് മെയ് 22 അപ്പോൾ ഞാൻ മെയ് 22 മാർച്ച് തൊട്ട് ഞങ്ങളുടെ HR മാനേജറിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വിസ പുതുക്കണമെന്ന്. ഞങ്ങൾ 9 പേരുണ്ട്. അപ്പോൾ എല്ലാവരും മാറി മാറി മെസ്സേജ് വിട്ടുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ സർ പറഞ്ഞു യു ഹാവ് സ്റ്റിൽ ടൈം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങളത് സമ്മതിച്ചു. മാർച്ചായി, ഏപ്രിലായി, മെയ് വന്നു. മെയ് 8 ഞങ്ങളുടെ COS തീർന്നു. മെയ് 22 ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് വിസയും തീർന്നു. അപ്പോൾ ഞങ്ങൾ മെയ് 21 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയ് 20 കരഞ്ഞ് ഒരുപാട് മടുത്തു. പരിശുദ്ധി അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇനി യാതൊരു അവസ്ഥകളില്ല, കാരണം സമയം ഒട്ടുമില്ല ഞങ്ങളുടെ മുൻപിൽ. സഞ്ചാരി മാതാവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമുള്ളെന്ന് എനിക്ക് ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് കിട്ടുന്ന മാനസികമായിട്ട് ഒരുപാട് തകർന്നു ഞാൻ. കാരണം തിരിച്ച് നാട്ടിൽ വന്നാൽ എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞുകൂടാ. സോ തിരിച്ചു വരാനുള്ള മാനസികാവസ്ഥകൾ എനിക്കില്ല. വേറെ ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും 15 ലക്ഷം രൂപ കൊടുക്കണം അടുത്ത COS കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത്രയും രൂപ കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ 9 പേരും വലിയതായിട്ട് തകർന്നു. എല്ലാവർക്കും കുടുംബമായിട്ടാണ് അവിടെ സ്റ്റേ ചെയ്യുന്നതും. ഞാനും എൻ്റെ സുഹൃത്തിനും മാത്രമേ ഉള്ളൂ കുടുംബമില്ലാത്തത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് തകർന്നു. ഏത് റൂമുകളിൽ പേഷ്യൻസ് വേക്കൻ്റ് ആയിട്ട് ഇരിക്കുന്നോ ആ റൂമുകളിലെല്ലാം ഞാൻ ഓടിച്ചെന്ന് കുരിശിൻ്റെ വഴി എനിക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും കരഞ്ഞു പറഞ്ഞു ഇനി കിട്ടില്ല എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 9 പേരും പറഞ്ഞു. അപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു ഇല്ല, പരിശുദ്ധി അമ്മ നമ്മൾക്ക് ഈ വിസ വാങ്ങിച്ചു തരുമെന്ന്. എല്ലാവരും ഓർത്തു എനിക്ക് വട്ടാണ്, കാരണം ഞാൻ കൂടുതൽ എല്ലാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ 22 രാവിലെ 8:30 HR വിളിച്ചു പറയുന്നു ഇനി നിനക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്ന്. പോകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് 8 പേരോടും വിളിച്ചു പറയുന്നു. ഇന്ന് തന്നെ വൈകിട്ട് നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ സെർച്ച് സംവെയർ എൽസ് എന്നും പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, കാരണം എല്ലാവരും തിരിച്ചു വരണോ വേണ്ടിയോ അറിയില്ല. ഒരു ലോയറെ കണ്ടു അതുപോലെ ഞങ്ങൾ അവിടെ നിൽക്കാനുള്ള 45 ദിവസത്തേക്കുള്ള സ്റ്റേ ഞങ്ങൾ മേടിച്ചു. അതിനുശേഷം HR ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി ഞങ്ങൾ 9 പേരടങ്ങിയ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ചേച്ചി അറിഞ്ഞോ അറിയാതെയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ചേച്ചിയുടെ സിസ്റ്റർമാർ ഉടമ്പടി എടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ആ ചേച്ചി ഈ HR മാനേജറിനെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ഞങ്ങൾ ആരും ഇത് അറിയുന്നില്ല. ചേച്ചി മെമ്പർ ഓഫ് പാർലമെൻറ്റിനുള്ള MP ഒരു മെയിൽ അതിനകത്തേക്ക് വിട്ടു. അത് ഈ HR കാണാൻ ഇടവന്നു. സഡൻലി ആ HR ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന്. ഞങ്ങളെല്ലാവരും ഷോക്ക്ഡായി. കാരണം എങ്ങനെ ഇത് സാധിക്കുന്നു, ആരാണ് ഈ മെസ്സേജ് വിട്ടേ ഒന്നും അറിയത്തില്ല. പിന്നെയാണ് ഞാൻ ചെക്ക് ചെയ്യണത് ചേച്ചിയാണ് ഇത് മെസ്സേജ് വിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 22 5 മണിയായപ്പോൾ HR പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ ഒരു ലിങ്ക് തരാം, അതിൽ കയറി വിതൗട്ട് COSന് വേണ്ടിയിട്ട് നിങ്ങൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സത്യം പറഞ്ഞാൽ എന്താണ് നടക്കണതെന്നൊന്നും സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കരച്ചിൽ മാത്രമേ ഉള്ളൂ എൻ്റെ മുൻപിൽ വഴി. കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. എവിടെ പോയാലും കാശുരൂപം മുറുകെ ഞാൻ പിടിക്കും. ഏതവസ്ഥയിൽ പോയാലും കാശുരൂപം വിട്ടുള്ള കളിക്ക് ഞാൻ നിൽക്കില്ല. കാരണം എൻ്റെ കഴുത്തിൽ കുഞ്ഞു മാല ആയതുകൊണ്ട് അതിലിട്ട് അത് കുളിക്കാനോ എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പോൾ അത് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകാറുള്ളത്. സോ അപ്പം HR പറഞ്ഞു 5 മണിക്ക് മുൻപ് നിങ്ങൾക്ക് ഒരു ലിങ്ക് തരാം, അതിൽ സബ്മിഷൻ ചെയ്യാൻ പറഞ്ഞു. സോ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വെച്ച് അയാൾ പറഞ്ഞ ലിങ്ക് ത്രൂ ഞങ്ങൾ പോയി. 23 ഞങ്ങൾ ആവശ്യപ്പെട്ടു HR-നെ കാണാൻ വേണ്ടി. സോ ലാസ്റ്റ് മൊമെൻറ്റിൽ HR സമ്മതിച്ചു, ഞങ്ങളെ കാണാൻ അനുവദിച്ചു. ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിലേക്ക് വന്നപ്പോഴത്തേന് ഞാൻ എല്ലായിടത്തും പോയി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. HR ഇരുന്ന സ്ഥലത്തും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ലാസ്റ്റ് മൊമെൻറ്റിൽ പറയട്ടെ, നോട്ട് മൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും യെശയ്യാ 45:2-3 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തരിക്കുകയും ഇരുമ്പാടമകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയണതിന് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യധനശര്യങ്ങളും ഞാൻ നിനക്ക് നൽകും എന്ന്
വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ 9 പേർക്കും ഞങ്ങൾക്ക് PR ലഭിച്ചു. അന്ന് ഞാൻ പരിശുദ്ധി അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, PR എനിക്ക് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും അഖണ്ഡ ജപമാലയിൽ വന്ന് പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ എൻ്റെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഓഗസ്റ്റായി. പിന്നെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ അമ്മയ്ക്ക് പറഞ്ഞ വാക്കല്ലേ, പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയണമല്ലോ എന്ന് കരുതി. പക്ഷേ അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ലീവിന് പോയതും കൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ലീവ് ലഭിക്കത്തില്ലായിരുന്നു. സോ ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാനും പരിശുദ്ധി അമ്മയോട് നന്ദി പറയാനും വേണ്ടിയിട്ടാണ് ഈ പുണ്യഭൂമിയിൽ വന്നത്. സോ 1000 കോടി നന്ദി പരിശുദ്ധി അമ്മയോട് പറയുന്നു. ഇതെൻ്റെ മമ്മിയാണ്. എൻ്റെ വീട് കർണാടകയാണ്. എന്നെ കല്യാണം കഴിച്ചാണ് എറണാകുളത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അവിടെ നമ്മൾക്കൊരു ഭൂമിയുണ്ട്. അതിൽ നമ്മൾ ഒരു കട പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു. എൻ്റെ 2 ആങ്ങളമാരും പുറത്താണ്. സോ അവർ അതിൽ ഒരാൾ സുനിൽ ലോണൊക്കെ എടുത്ത് കട പണിയാൻ ആഗ്രഹിച്ചു. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പേഴ്സൺ, അയാളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അയാൾ ആ സ്ഥലയ്ക്ക് സ്റ്റേ കൊടുത്തു. കാരണം അയാൾ പറഞ്ഞു ആ ഭൂമി അയാളുടേതാണെന്ന് പറഞ്ഞു, സ്റ്റേ കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ മമ്മി ഒറ്റയ്ക്ക് എല്ലാ കാര്യത്തിനും ഓടി നടക്കണം. സോ നമ്മളെ സഹായിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ആരുമില്ല. ഞങ്ങൾ 3 പേരും പുറത്താണ്. അപ്പോൾ അങ്ങനെയായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിനോട് ഞങ്ങളുടെ ഫാമിലി സുഹൃത്തായ റെഡ്ഡി എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു. അവസാനം പിന്നെ അവർക്ക് ഒത്തിരി ഫിനാൻഷ്യലി കഴിവുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ പഞ്ചായത്ത് വഴി കോടതി വഴി എല്ലാം പോയാലും അയാൾ അതിലെല്ലാം വിൻ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് തൊട്ട് സ്ഥലം 3 സെൻറ്റ് സ്ഥലം ഞങ്ങൾ പള്ളിക്ക് വേണ്ടി കൊടുത്തിരുന്നു. അതിനകത്തൊരു കുഞ്ഞ് ചാപ്പൽ പണിതിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പം ചാപ്പലെല്ലാം കഴുകി വൃത്തിയാക്കി അഖണ്ഡ ജപമാല അവിടെ ഇരുന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല പണിയാൻ, ഇനി നീ മുന്നോട്ടിരുന്ന് നീ പണിയണം. കാരണം നമ്മൾക്ക് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, മെരിറ്റ് ഞങ്ങൾക്ക് ഒത്തിരി കുറവാണ്. സോ അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ നീ ഇത് നടത്തി തരണം. നീ നടത്തി തന്നാൽ ഈ കടയുടെ പേര് കൃപാ മരിയ എന്നായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ ആങ്ങളമാരെല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങൾ മമ്മിയുടെ പേരിൽ കേസായി, അവർ നമ്മളെ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും അവസാനം ദൈവം നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് വിജയം നൽകി. ആ കടയ്ക്ക് പേര് കൃപാ മരിയ എന്ന് പറഞ്ഞു കടയ്ക്ക് പേരും ഇട്ടു. അതും പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്ന വൻകൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എവിടെ പോയാലും ലോക്കറ്റ് പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകാറുള്ളത്. ലോക്കറ്റ് ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അവിടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളും വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലാണ്. ഈ ലോക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എന്തോ ഒരു മിറാക്കിൾ പോലെയാണ്. ഞാൻ ആരുടെ മുൻപേയും എന്തും സംസാരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒരു കാര്യത്തിനോ എനിക്ക് പേടിയും കാര്യങ്ങളും ഇല്ല. പക്ഷേ അന്ന് ഈ ലോക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതിന് ശേഷം ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു സൈക്കാട്രി നഴ്സിംഗ് ഹോമിലാണ്. മുകളിലും താഴിലും ഞാൻ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു വൈദികനോട് ഞാൻ ഷെയർ ചെയ്തു, അച്ഛാ എൻ്റെ കാശ് രൂപം മിസ്സായി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പരിശുദ്ധി അമ്മയുടെ മകളാണ്, കാശ് രൂപം നീ പ്രാർത്ഥിക്കുന്നിടത്ത് തന്നെ ഉണ്ടാകുമെന്ന്. എന്നാലും അച്ഛൻ പറഞ്ഞ വാക്കിൽ കുറച്ച് ഡ്യൂട്ടി പെട്ടെന്ന് കഴിഞ്ഞ് വന്ന് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ എവിടെയാണോ വെച്ചിരുന്നത് അവിടെ തന്നെ ആ കാശുരൂപം ഉണ്ടായി. പക്ഷെ അതൊരിക്കലും സാധ്യമല്ല, കാരണം ഞാൻ ആ കാശുരൂപം കൊണ്ടേ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പത്രം അവിടെയുള്ള എല്ലാവർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിശുദ്ധ തൈലം തൂത്ത് ഞാനത് കൊടുക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഒരു പങ്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടായിക്കും കുഞ്ഞിന് വേണ്ടി അയച്ചു കൊടുക്കാറുണ്ട്. ഇവർ 2 പേരുമാണ് ഓർഫനേജിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പഠിക്കാൻ കഴിവില്ലാത്ത മക്കളെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പേഷ്യൻസിന് കുളിക്കണ്ട എന്ന് പറഞ്ഞാൽ കുളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ 1 മാസം 2 മാസം ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒരാൾ കുളിക്കാതിരുന്ന് എന്തുമാത്രം സ്മെല്ലായിരിക്കുമെന്ന്. എന്നെ തല്ലും അടിക്കും ഉപദ്രവിക്കും എല്ലാം ചെയ്യും. പക്ഷേ ഞാൻ ചാലഞ്ചായി ഏറ്റെടുത്ത് എത്ര സ്മെല്ലുണ്ടെങ്കിൽ പോലും പരിശുദ്ധി അമ്മയാണ് ശുശ്രൂഷിക്കാൻ കിട്ടിയ ഭാഗ്യമെന്ന് കരുതി ഒറ്റയ്ക്ക് പോയി ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുള്ള ഞാൻ കൃപ കണ്ടെത്താറുണ്ട്. പക്ഷേ അതിനെല്ലാം ഞാൻ ആദ്യമായിട്ട് കൊണ്ടേ നടക്കുന്നത് കാശുരൂപമാണ്. കാരണം കാശുരൂപം ഇല്ലാണ്ടായി ഇവരെന്നെ ഒത്തിരി തല്ലും. അപ്പം ഞാൻ ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യും. എല്ലാവരും പറയും ഒത്തിരി ആഗ്രഹിക്കും ഞാനെന്ന. സത്യമാണ്. ഈ പുണ്യഭൂമിയിൽ നിന്ന് ഞാൻ പറയുന്നു, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പരിശുദ്ധി അമ്മയുടെ കാശുരൂപവും ഉടമ്പടിയുടെ വചനത്തിലാലും ഈ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് നടക്കുന്നത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോയാൽ ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. ഒത്തിരി വലിയ വലിയ പേഷ്യൻസ് ഉണ്ട്, അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ പേഷ്യൻസും ഉണ്ട്. എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടാനും അവരെത്ര എന്നെ ഉപദ്രവിച്ചാലും ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെയും പോയി അവരുടെ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ തൈലം തൂത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്.
അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് വിസയുടെ ഇഷ്യൂസ് വന്ന സമയത്ത് ഞാൻ ബദേൽ കൺവെൻഷൻ സെൻറ്ററിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ബർമിയാമിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നടന്ന ഓഗസ്റ്റ് മാസം 2-3 UK നടന്ന കൺവെൻഷനിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു വലിയ കൃപ എനിക്ക് ദൈവം തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന ബദേൽ കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, കൊച്ചിന് പ്രേക്ഷിത വേല ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യമുണ്ട്, മിനിസ്ട്രിയിൽ ജോലി ചെയ്യാനുള്ളൊരു കൃപ ദൈവം തരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് കറക്റ്റായിട്ട് അറിയുന്ന ലാംഗ്വേജ് കന്നഡ, തുളു, ഇംഗ്ലീഷ് അത്രയും നന്നായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എങ്ങനെ ദൈവത്തെക്കുറിച്ച് ഇംഗ്ലീഷിനോട് മിനിസ്ട്രി ചെയ്യും? ഒരിക്കലും സാധ്യമല്ലെന്ന് ഞാൻ കരുതി. പക്ഷേ ഞങ്ങളിപ്പോൾ കരുതുന്നു വിസയുടെ ഇഷ്യൂസ് വന്നത് ദൈവ പദ്ധതി മൂലം തന്നെയാണ് ആ ഒരു സഹനം ഞങ്ങൾക്ക് തന്നത്. കാരണം ആ സഹനം തന്നതുകൊണ്ട് ഞങ്ങൾ 9 പേരടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ തുടങ്ങി. 13 പേരോളം ഉണ്ട് ഇപ്പോൾ അതിൽ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ 9 മണിക്ക് ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കും. ഒരാൾ എല്ലാ ആഴ്ചകളിലും സൺഡേകളിലും ഞങ്ങൾ ഒരാളുടെ വീട്ടിൽ വെച്ച് പ്രയർ സ്റ്റാർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബദൽ കൺവെൻഷൻ സെൻറ്ററിലെ ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ബൈബിൾ ക്ലാസ് പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാനിന്നിപ്പം അഖണ്ഡ ജപമാല 1001 ജപമാല മണി മേടിച്ചു, ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വേണ്ടി മേടിച്ചു. എല്ലാവരും ഒരുമയോടെ, കാരണം അവിടെ തണുപ്പൊക്കെയാണ്. ഒരു വീട്ടിൽ നിന്ന് ഇനിയൊരു വീട്ടിലേക്ക് 3 വർഷം ഞാൻ പാഴാക്കി കളഞ്ഞു. ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാവരോടും എന്നോട് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനോ അതിന് നേതൃത്വം കൊടുക്കാനോ ഒന്നും ഒരു കഴിവുമില്ലാത്ത എനിക്ക് എല്ലാ കൃപയും എനിക്ക് തന്നു. അതുപോലെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെങ്ങനെ കൊണ്ടുപോയി നടക്കുമെന്ന്. പക്ഷേ എന്നേക്കാളും നന്നായിട്ട് എൻ്റെ കൂടെയുള്ള ചേച്ചിമാരും കൂടെയുള്ള സുഹൃത്തുക്കളെല്ലാം നന്നായിട്ട് ആ പ്രെയർ ഗ്രൂപ്പ് കൊണ്ടുപോയി നടക്കുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും എല്ലാ വീടുകളിലും ഇപ്പോൾ ജപമാല മാസമായതുകൊണ്ട് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഞങ്ങൾക്ക് ഈ വിസയുടെ ഇഷ്യൂസ് വന്നപ്പോൾ 24 hours ഞങ്ങൾ അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി അഖണ്ഡ ജപമാല സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൃപാസനത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ എടുത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, സാക്ഷ്യം വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും ഈ സമയത്ത് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയോടും 1000 നന്ദി പറയുവാണ്. എൻ്റെ വീട് പരിമലയാണ്, പേര് ബിന്ദു. എനിക്ക് ആദ്യം എൻ്റെ കിടപ്പാടത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് 3 മക്കളാണ്. അവരുടെ അച്ഛൻ മരിച്ചിട്ട് 11 വർഷമായി. അതിനുശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തി. ഒരുപാട് ദുരന്തത്തിലൂടെയൊക്കെ ഒരുപാട് കഴിഞ്ഞു. പല സ്ഥലം വഴിയും ഞാൻ എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി പല ആൾക്കാരോടും സഹായം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച്. മൂത്ത മോള് BSc നഴ്സിംഗ് പഠിക്കുന്നു, 4th year ആയി. ഇളയ മക്കൾ ടിൻസാണ്. അവർ +2 കഴിഞ്ഞു. BSc നഴ്സിങ്ങിന് മോള് പോകാൻ അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ 1 മാസമായി ബാംഗ്ലൂർ പഠിക്കാൻ പോയി. മോന് പോകാനായിട്ടുള്ള ഇതൊന്നും ആയില്ല. അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ എനിക്ക് അവനെ കൂടി വിടാനുള്ള നിവൃത്തിയില്ല. അവൻ മാർച്ചിലേക്ക് എന്തിനേലും വിടാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ ഉടമ്പടി എടുക്കാൻ സാധിച്ചത്, ഞാൻ ഒരു ജോലിയിലേക്ക് പോകുന്ന വഴി തന്നെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അവരെനിക്ക് ഫോൺ നമ്പർ തന്നു. എൻ്റെ പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഞാൻ അവരോട് പങ്കുവെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി പുസ്തകം നീ കൈവച്ച് രാവിലെയും വൈകിട്ടും ഈ വിശ്വാസ പ്രമാണം നീ വായിക്കണം. വായിച്ചു കഴിഞ്ഞതിന് ശേഷം മാതാവിന് നീ വിശ്വാസമായിവെങ്കിൽ നീ പോയി എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അവർ പറഞ്ഞതിനെ അനുസരിച്ച് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാനൊരു കടമുറിയിലായിരുന്നു ഞാനും എൻ്റെ 3 മക്കളും ആദ്യം താമസിച്ചിരുന്നത്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ വന്ന് 6-7 മാസം അവിടെ താമസിച്ചു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 3-4 പ്രാവശ്യം വന്നു. മാതാവിനെ പ്രാർത്ഥിച്ചു, ഈശോ അപ്പച്ചനോടും പ്രാർത്ഥിച്ചു, എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് ഉടമ്പടി പുസ്തകം തന്നവരെ ഞാൻ ഫോൺ വിളിക്കുകയും അവരോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ എത്രയും പെട്ടെന്ന് പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അവരിലൂടെ തന്നെ എനിക്കൊരു നല്ല വീട്, വാടക വീടാണെങ്കിലും
7,000 രൂപ വാടകയ്ക്ക് വരുന്ന ഒരു വീട് എനിക്ക് എടുത്തു തന്നു. ഇപ്പോൾ ഞാനും എൻ്റെ മക്കളും അതിൽ ഒരുവിധം സുഖമായിട്ട് തന്നെ താമസിക്കുന്നു. മക്കളും ഞങ്ങളും അതിലേറെ സന്തോഷത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു മാസമായി എൻ്റെ ബ്രസ്റ്റിനും എൻ്റെ ഈ ഇടത്തെ കൈക്കും നല്ലൊരു വേദന വന്നു. വേദന വന്നപ്പോൾ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി എൻ്റെ കൈയുടെയും ബ്രസ്റ്റിൻ്റെയും വേദനയും കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനതൊക്കെ ചെയ്തിട്ടും എനിക്ക് യാതൊരു ഇതും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മാതാവിനെ ഞാൻ പ്രാർത്ഥിച്ച് രാവിലെയും വൈകിട്ടും തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാതാവ് വന്ന് പറഞ്ഞു തന്നു, നീ വിഷമിക്കേണ്ട, നീ ആ തൈലം 2 ബ്രസ്റ്റിലും പുരട്ടി കയ്യിലും പുരട്ടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു ഒരാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ബ്രസ്റ്റിൻ്റെ വേദനയും കൈയുടെ വേദനയും ഒരുപാട് മാറിക്കിട്ടി. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, കഴിഞ്ഞ ഒരാഴ്ചയിലായിരുന്നു, ഇന്ന് ശനിയാഴ്ച തന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അവധി പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിൻ്റെ വരിയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളാണ് എൻ്റെ അരിയിൽ നിൽക്കുന്നത്. ബാക്കി 2 പേർക്ക് ബാംഗ്ലൂർ പഠിക്കാൻ പോകേണ്ടതുകൊണ്ട് അവർക്ക് അവധി കിട്ടത്തില്ല. അതുകൊണ്ട് മൂത്ത മോളുടെ കാര്യം പറയാൻ ഞാൻ മോളെയും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് മോളുടെ കാര്യം പറയാനുള്ളത്, എന്നെ മാതാവ് സഹായിച്ചെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞപ്പം തൊട്ട് അവളുടെ കണ്ണിന് 2നും വേദനയായിരുന്നു. ആ വേദനയിലൂടെ അവളെ ഞാൻ കുഴപ്പമില്ല, അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഈ കണ്ണിൻ്റെ കാര്യം സാധിക്കത്തില്ല, നിങ്ങളെ എറണാകുളത്ത് അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ കണ്ണിൻ്റെ കാര്യങ്ങൾ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് കണ്ണിൻ്റെ കാര്യത്തിന് എറണാകുളം ഗിരിധർ എന്ന ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കണ്ണിന് ഇനി ഒന്നും ചെയ്താലും മാറത്തില്ല, 2 കണ്ണിനും ഈ അസുഖം ബാധിച്ചേക്കുവാണ്, കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. അത് തന്നെയുമല്ല, ഒരു കണ്ണ് നിങ്ങൾ വേണമെങ്കിൽ 2 കണ്ണും സർജറി ചെയ്തോ, എന്നാലും മാറുമെന്ന് ഡോക്ടർക്ക് ഒരു ഇതുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണിന് 25,000 രൂപ ആണെന്ന് പറഞ്ഞു, 2 കണ്ണിനും കൂടെ 50,000 രൂപ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആദ്യമേ എനിക്ക് ഉടമ്പടി പുസ്തകം തന്നവരോട് ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ അതിനുള്ള പൈസ തരാം, നിങ്ങൾ സർജറി ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്ക് അവർ വന്ന് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വന്ന് എനിക്ക് സർജറി ചെയ്യാനുള്ള പൈസയും ഒക്കെ തന്നു. എൻ്റെ മോള് പറയും, ഈശോ അപ്പച്ചനോടും അമ്മ മാതാവിനോടും 1000 നന്ദി. എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞിടത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇപ്പം 1 വർഷമായി എൻ്റെ കണ്ണിന് സർജറി കഴിഞ്ഞതിന് ശേഷം. അതുവരെയും ഇപ്പം ചെയ്തിട്ട് 1 വർഷമായിട്ടും എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കണ്ണിന് ഇല്ലായിരുന്ന ആ ഒരിടത്തുനിന്ന് ഇപ്പം എൻ്റെ കാഴ്ച ഒന്നും കൂടെ കാഴ്ച കൂടി ഇപ്പം എൻ്റെ കണ്ണിൻ്റെ വിഷൻ സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ തൈലം കണ്ണിൽ തേക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മാതാവ് ഇത്രയും ചെയ്തു തന്നപ്പോൾ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. എനിക്ക് ഇങ്ങനെ കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യാനും കൊണ്ട് കൊടുക്കാനും എനിക്ക് ആരെങ്കിലുമൊക്കെ തന്നാണ് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കുറേയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പലരോടും പോയി ആവശ്യപ്പെടും, എനിക്കെൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണ്, എനിക്കിന്ന് വീട്ടിൽ ചോറ് വയ്ക്കാനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും എനിക്ക് യാതൊരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ മാതാവിനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് ആരെങ്കിലും ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിലെ ആഹാര സാധനങ്ങൾ മേടിച്ച് തരാൻ ആരെങ്കിലും ഒരാൾ ഇന്ന് തുനിഞ്ഞിറങ്ങണേ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ അന്നേരം തന്നെ പറയും, ബിന്ദു കടയിലോട്ട് പോരെ, ഞാൻ സാധനം വാങ്ങിച്ച് തരാം. പക്ഷേ മാതാവിനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ലൊരു ഉയർച്ചയാണ് മാതാവ് എനിക്ക് ഈ നേരം വരെ തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്നതിലുള്ള ശമ്പളത്തിൽ നിന്ന് ഞാൻ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് അവർക്ക് കൊണ്ട് ഉച്ചഭക്ഷണം ഞാൻ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് മാതാവിൻ്റെ പത്രം ഞാൻ എന്നിവിടെ വരാൻ തുടങ്ങി അന്ന് മുതൽ മേടിച്ച് കൊണ്ടുപോയി
കുറച്ച് പേരൊക്കെ പറയും വേണ്ട എന്ന് പറഞ്ഞാലും ഞാനതിനെ ഒന്നും അവരോട് പറയാതെ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് നേഴ്സിംഗ് കോളേജിലെ സ്റ്റുഡൻസിനൊക്കെ കൊണ്ട് കൊടുക്കും. ഞാൻ ആദ്യം അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അന്നേരം ആ സമയത്ത് അങ്ങനെ കൊണ്ട് കൊടുക്കും. ഇപ്പോഴും ഞാൻ മിൽമയിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അവിടെയും എല്ലാവർക്കും കൊണ്ട് കൊടുക്കും ഇത്. അതുപോലെ തന്നെയുള്ള കാരുണ്യ പ്രവർത്തികൾക്കും വഴിയിലരിയിലിരിക്കുന്ന ഭിക്ഷക്കാർക്കും ഞാൻ എൻ്റെ കയ്യിൽ 20 രൂപയെ ഉള്ളയിലും 10 രൂപ ഞാൻ അവരുടെ കൈ കൊടുക്കും. എന്നാൽ എനിക്ക് മാതാവ് പിറ്റേ ദിവസം തന്നെ അതിനിരട്ടിച്ച് ലക്ഷങ്ങളും കോടികളും ഒന്നും തന്നില്ലേലും അതിനിരട്ടിച്ച് എനിക്ക് തരും. ആരെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ ഇന്നാ മോളെ നിൻ്റെ മക്കൾക്കും പിള്ളേർക്കും ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് തരും. അങ്ങനെയൊക്കെ എനിക്ക് മാതാവിനെ എനിക്ക് ഒരുപാട്, അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയെ പോലെയാണ് ഞാൻ മാതാവിനെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴേ പറയാറുള്ളത്. മാതാവേ, എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ എന്നെ സഹായിച്ച എല്ലാവർക്കും, എന്നെ ഇത്ര ഉയർത്തിയവർക്കും നല്ലത് മാത്രമേ വരുത്താവുള്ളൂ, ഒന്നും വരുത്തരുത് എന്നാണ് ഞാൻ പറയാറുള്ളത്. എന്നോട് ആരെന്ത് പറഞ്ഞാലും തിരിച്ചവർക്ക് നല്ലത് വരണമെന്ന് മാത്രം പറയുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവർ ഞാൻ മാതാവിൻ്റെ വിശ്വാസത്തിൽ എന്നായി അന്ന് മുതൽ ഞാൻ അവരോട് പോയി പറയും. നിങ്ങൾ അവരുടെ വിഷമങ്ങൾ എന്നോട് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, മാതാവിൻ്റെ അടുത്ത് ആലപ്പുഴ നിങ്ങൾക്കൊന്നും വഴി അറിയാനില്ല, നിങ്ങൾ പറയുന്ന ഈ വണ്ടിയിൽ കയറി ഇന്ന സ്ഥലത്ത് ചെല്ലുക എന്ന് പറഞ്ഞ് എൻ്റെ ഇതിൽ തന്നെ 5 പേരെയോളം ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവരെന്നോട് പറഞ്ഞു, നീ കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയാണെന്ന് അവരിപ്പോഴും എന്നോട് പറയാറുണ്ട്. അവരിപ്പോഴും ഇവിടെ വരുന്നതുമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഈ കാര്യത്തിൽ ഇത്രയും ഒരു ഇത് എനിക്ക് തരുന്നത് അമ്മ മാതാവും ഈശോയും ആണ്. അവരോട് ഞാൻ 1000 നന്ദി പറയുന്നു.